സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. ഇന്നത്തെ കപ്പിളിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പെരുമ്പാവൂർ എത്തിയേക്കുവാണ്. വെങ്കോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ജെറിൻ ആൻഡ് അനീറ്റ. ലെറ്റ്സ് മീറ്റ് them. ഹായ് ജെറിൻ, ഹായ് അനീറ്റ. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒരാഴ്ച ആയില്ലേ? ഞാൻ അനീറ്റയോട് ആദ്യം ചോദിക്കട്ടെ, കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഒരാഴ്ച മുമ്പുള്ള നമ്മുടെ ഒരു മൈൻഡ് സെറ്റും കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു, എന്താണ് ഡിഫറൻസ്? എന്തായിരുന്നു അവസ്ഥ ഒരാഴ്ച മുന്നേ? ഭയങ്കര ഞാൻ ക്യൂരിയസും ആങ്സൈറ്റി ഒക്കെ ആയിരുന്നു. എങ്ങനെയായിരിക്കും ഇപ്പം അറിയില്ലല്ലോ, നമുക്ക് അറേഞ്ച് മാരേജ് കൂടെ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ വീട്ടുകാരെങ്ങനെയൊക്കെയും എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നേ പിന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എൻ്റെ അമ്മേനെ പോലെ അങ്ങനെ എല്ലാവരും പറയും, എന്നാൽ പോലും ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ആ ടെൻഷനൊക്കെ ഫസ്റ്റ് ഡേ തന്നെയാണെങ്കിലും എനിക്ക് അതൊക്കെ പോയി ഭയങ്കര അഡ്ജസ്റ്റ് ആയി. ഞാൻ നല്ല ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിന്റെ മാറ്റമൊന്നുമില്ല, എന്നാലും ഈ ഒരാഴ്ച മുമ്പും ഒരു പക്ഷെ പലരുടെ അടുത്തുനിന്നും പല സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്ത സ്ഥിതിക്ക് എന്താണ് ജെറിന് തോന്നുന്നത്? ആക്ച്വലി എനിക്ക് ഒരാഴ്ച മുന്നേ ഒന്നും അങ്ങനെ തോന്നിയില്ല. ഇങ്ങനെ 2 ദിവസം മുന്നേ ബന്ധുക്കൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണ് കല്യാണം ആയതൊരു തോന്നലൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും പിന്നെ ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. ഇപ്പൊ ഒരു ഫീല് വന്ന് തുടങ്ങിയോ? ഓ, അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ ഒരാഴ്ച അനീറ്റയോടൊപ്പം ഒരുമിച്ച് താമസിച്ചു അല്ലേ? എങ്ങനെയുണ്ട്? കെയറിങ് ആണ്. പണ്ടത്തെ പോലെ തോന്നുമ്പോ പോവാ, തോന്നുമ്പോ അങ്ങനെ ഒരു ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. കല്യാണം കഴിഞ്ഞു തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് വന്ന് തുടങ്ങണേ. ഇപ്പോഴും നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു പീരിയഡ് ആണ്. നൈസ്. സോ ജെറിനെ കുറിച്ച് പറയൂ. ജെറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പ അത്യാവശ്യം കൃഷി, പിന്നെ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട്. അമ്മ ജസ്റ്റ് പഞ്ചായത്തിൽ കുറച്ച് വർക്ക് ഒക്കെയാണ് അമ്മ. പിന്നെ അനിയത്തി ഉണ്ട്. അനിയത്തി BSc പഠിക്കണം, ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ആക്ച്വലി ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം സിംഗപ്പൂരാണ് പഠിച്ചത്. വർക്ക് ചെയ്യുന്ന അവിടെ തന്നെയാണ്. അത് ശരി. അപ്പൊ കല്യാണത്തിന് വേണ്ടി വന്നേക്കാണ്. തിരിച്ചു പോവുകയും ചെയ്യും. അതെ, നെക്സ്റ്റ് വീക്ക് പോകും. എന്റെ ഫാമിലി, എന്റെ പപ്പ, മമ്മി, അനിയത്തിയാണുള്ളത്. പപ്പ പോപ്പുലർ ഹ്യുണ്ടായിലെ മാനേജറാണ്. അമ്മ ഹോം മേക്കറാണ്. അനിയത്തി BCom പഠിക്കുന്നു, സെയിന്റ് തെരേസാസിലെ ഫസ്റ്റ് ഇയർ. ഞാൻ BTech കംപ്ലീറ്റ് ചെയ്തു. ട്രിവാൻഡ്രത്തായിരുന്നു ഇലക്ട്രോണിക്സ്. പിന്നെ കെൽട്രോണിൽ വർക്ക് ചെയ്തു. ഇപ്പം റിസൈൻ ചെയ്തു. എന്റെ നാട് എറണാകുളം തന്നെയാണ്, തമ്മനം എന്ന് പറയും. വർക്ക് ചെയ്തത് കോഴിക്കോട്, ട്രിവാൻഡ്രം, അങ്ങനെ മാറി മാറി കളിച്ചു. അതെ അതെ. നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറഞ്ഞത്, എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്? ഏത് വഴിയിലാണ്? ഞങ്ങള് കേരള മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നോക്കി പ്രൊഫൈൽ നോക്കിയപ്പം ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാമിലി ഒക്കെ കുറച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് കുറേയൊക്കെ റിലേറ്റീവ്സൊക്കെ അറിയാവുന്നവരാണ്. ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ പപ്പയുടെ നാടൊക്കെ അടിമാലി ആ ഭാഗത്താണ്. അപ്പം ഇവരുടെ അങ്ങനെ തന്നെ അടിമാലി. പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ അമ്മയുടെ സീനിയറായിരുന്നു, ജെറിൻ്റെ അമ്മയുടെ സീനിയറായിരുന്നു എൻ്റെ പപ്പ. പിന്നെ എൻ്റെ പപ്പയുടെ ഒരേ സ്കൂളിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ ഒപ്പം പഠിച്ചാണ് ജെറിൻ്റെ അപ്പയുടെ അനിയൻ. അപ്പം അങ്ങനെ കുറേ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാം നോക്കിയപ്പോൾ നല്ല ഫാമിലി, എല്ലാവർക്കും ഒത്തുപോകാൻ പറ്റും. അങ്ങനെ പ്രൊസീഡ് ചെയ്തു. ഇങ്ങനത്തെ ഒരു കോമൺ ആൾക്കാരെ പരിചയം ഉണ്ടെന്നൊക്കെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഇതിനേക്കാളും സർപ്രൈസിംഗ് ആയിട്ട് വേറെ ഒരു കാര്യം കൂടെ അറിഞ്ഞു. നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും നിങ്ങൾ എപ്പോഴോ ഒരു സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയൂ. അത് ആക്ച്വലി എനിക്കങ്ങനെ ഓർമ്മയൊന്നുമില്ലായിരുന്നു. നമ്മൾ UKG 1, 2 ഒരുമിച്ചാണ് പഠിച്ചത്. ക്ലാസ്സിലാണ് പഠിച്ചത്. പക്ഷെ വലിയൊരു ഓർമ്മ ഉണ്ടായില്ല. പിന്നെ ചെറിയ പ്രായമല്ലേ, അപ്പൊ പുള്ളി അവിടെ താമസിച്ചിരുന്നു. ഇവിടെ അവർക്ക് എന്തോ ബിസിനസ് ആവശ്യത്തിന് എറണാകുളത്തായിരുന്നു. അപ്പൊ ആ ടൈമില് സെയിന്റ് ജൂഡ്സ് ആണ് ഞങ്ങളുടെ സ്കൂളിന്റെ പേര്. അപ്പൊ അവിടെ UKG തൊട്ട് 3rd സ്റ്റാൻഡേർഡ് വരെ പുള്ളി ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പം ചെറിയ പേരെന്താണ്? അനീറ്റ ജോയ്.
അപ്പൊ അന്നൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ പറയുമോ ജെറിൻ രാജിന്റെ ക്ലാസ്സിലാണ്. പക്ഷെ അതങ്ങ് എന്തോ ഒരു ചെറിയ വലിയൊരു ഓർമ്മയില്ല. ഇപ്പൊ കൂടുതൽ പറഞ്ഞ വെച്ചാൽ അന്ന് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും ഒരു മാർഗ്ഗമില്ല. അങ്ങനെ ഫോൺ ആണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല. ബെസ്റ്റ് ഫ്രണ്ട്സും ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് ക്ലാസ്മേറ്റ്സ് അത്രേ. നിങ്ങൾക്ക് പക്ഷെ അതിന്റെ ഒരു ഓർമ്മയൊന്നും ഇല്ല വലിയൊരു. പിന്നെ പറഞ്ഞ് ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യവും ഓരോ ഇൻസിഡൻസ് ഒക്കെ പറയുമ്പം ചെറുതായി സ്ട്രൈക്ക് ചെയ്യുന്നു എന്നല്ലാണ്ട്. ഈ നിങ്ങളുടെ ഈ UKG to 3rd സ്റ്റാൻഡേർഡ് വരെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ്. അപ്പം എനിക്ക് ഓർമ്മയില്ലെങ്കിലും പുള്ളി ക്ലാസ് ലീഡർ ഒക്കെ ആയിരുന്നു. എനിക്ക് വലിയ ഓർമ്മയൊന്നും ഇല്ലെങ്കിലും അപ്പം അങ്ങനെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചപ്പം ഇങ്ങനെ പ്രപ്പോസൽ ജെറിന് നിനക്ക് അറിഞ്ഞൂടെ, എനിക്ക് എന്റെ ഓർമ്മ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ഇത് അറിയാം. അപ്പൊ പിള്ളേർ പറഞ്ഞു അന്ന് തൊട്ടേ ഭയങ്കര കളിയാക്കലായിരുന്നു. പിന്നെ അന്ന് തൊട്ടേ നിങ്ങൾക്ക് അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ നിങ്ങൾ വെറുതെ അഡ്ജസ്റ്റ് ജെറിൻ പറയുന്നു ക്ലാസ് ലീഡർ ആയിരുന്നു. ഓർമ്മയുണ്ടായിരുന്നോ ചെറുതായിട്ട്? ക്ലാസ് ലീഡർ ഓർമ്മയുണ്ടായിരുന്നു, ഡീറ്റെയിൽസ് ഒന്നും ഓർമ്മയില്ല. അങ്ങനെ കുറെയൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പേര് കുറച്ച് പേരുടെ ഓർമ്മയുണ്ട്. സ്ഥിരമായിട്ട് സംസാരിക്കുന്നവരുടെയും ബോർഡിലെ പേര് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന പേരായിരുന്നു. കുറച്ച് ടോക്കറ്റീവ് ആണ്. സോ കേരള മാട്രിമോണി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് മാട്രിമോണി സൈറ്റിൽ ഇടുമ്പോഴും നമ്മുടെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, എനിക്ക് വരുന്ന പാർട്ണർ ഇങ്ങനെ ആയിരിക്കണം എന്ന്. സോ ജെറിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? എനിക്ക് കുറച്ച് പൊക്കം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല പൊക്കം ഇല്ലല്ലോ, കൂടിയിട്ടില്ല. പിന്നെ കുറച്ച് മുടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് നിറം, അങ്ങനെ അമിതമായ നിറമില്ല, കുറച്ച് നിറം. ഇതൊക്കെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള കാര്യമാണ് പറഞ്ഞത്. അതല്ലാണ്ട് ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അനീറ്റ പറയും. ഞാൻ കുറച്ച് എന്താ പറയാ ടോക്കറ്റീവ് ആണ്. അപ്പം നല്ലൊരു ലിസണർ ആയിരിക്കണം എന്നുണ്ട്. അത് മാട്രിമോണി കണ്ടാൽ മനസ്സിലാവില്ല, പ്രൊഫൈലില്ല. പിന്നെ എന്താ പറയാ കൂടുതലും എനിക്ക് എൻ്റെ വീട് ടൗണിലോട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടൗൺ ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം റോഡ്, അങ്ങനെ എപ്പോഴും വെഹിക്കിൾസ്, സൗണ്ട് പൊല്യൂഷൻ. അപ്പം എനിക്ക് കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ഇഷ്ടമാണ്. ഇത് അധികം ഉള്ളിലോട്ട് അല്ലെങ്കിൽ പോലും ഇപ്പം വീടുകളിൽ ഫ്രണ്ടിൽ വയൽ അങ്ങനെ സംഭവങ്ങളൊക്കെ. വേറെ ആംബിയൻസ് തന്നെയാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ഈ സൗണ്ടിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. അപ്പം അങ്ങനെയും ഈ പ്രപ്പോസൽ പ്രൊസീഡ് ചെയ്തപ്പം അങ്ങനെയൊക്കെ നോക്കി. പിന്നെ ഞാൻ ബിടെക് ആണ്, എഞ്ചിനീയർ ആണ്. അപ്പം ഞാൻ ഇലക്ട്രോണിക്സാണ് പഠിച്ചത്. അപ്പം അങ്ങനെ പ്രൊഫഷൻ വൈസ് ഒരു എഞ്ചിനീയർ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയും ഞാൻ നോക്കി മാച്ച് കണ്ടു. പിന്നെ ലൈക്ക് ഞാൻ എബ്രോഡുള്ള ആൾക്കാരെ കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നു. പുള്ളി എബ്രോഡാണ്. അതിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് സ്കോളർഷിപ്പ് കിട്ടി അങ്ങോട്ട് പോയി. അവിടെയാണ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ അങ്ങനെയും നോക്കി. പിന്നെ ലൈക്ക് കുറേയൊക്കെയും വീട്ടുകാർ നോക്കി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് എന്നോട് നോക്കി ഫോട്ടോസ് കാണിച്ചു. അപ്പം എനിക്കും ഉണ്ടായിരുന്നു ഫിസിക്കലി ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം ഹൈറ്റ്, പിന്നെ നല്ല സ്മൈല്, പുള്ളിയുടെ ഫോട്ടോസ് ഉണ്ട്, നല്ല സ്മൈല്, ഡിംപിൾസ്. താടികളുണ്ട്, അതേ വിസിബിൾ അല്ല, ഡിംപിൾസ് ഉണ്ട്. അപ്പൊ എനിക്കില്ല ഡിംപിൾസ്. അപ്പൊ ഡിംപിൾസ് അപ്പം കണ്ടപ്പോൾ കുറച്ച് എനിക്ക് പ്രൊഫൈൽ കണ്ടപ്പം ഇഷ്ടപ്പെട്ടു, വീട്ടുകാർ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ പ്രൊസീഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പം കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സംസാരത്തിൽ നല്ല കുറച്ച് കെയറിങ് ആണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറച്ച് ഒരുതും വേവ് ലെങ്ത് ഞങ്ങൾ ഒരേപോലെയാണെന്ന് തോന്നി. ഒറ്റ മീറ്റിംഗ് കൊണ്ട് ഡിസിഷൻ എടുക്കാൻ സാധിച്ചു? അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഏപ്രിലാണ് പുള്ളി വന്നത്. അപ്പോഴാണ് പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സെപ്റ്റംബറിലാണ് ഒരു ഉറപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. എൻ്റെ കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ല എന്നതിന് എൻ്റെ ഇപ്പോഴും വിശ്വാസം. നേരത്തെ ഫിസിക്കലായിട്ട് ഉള്ള ഒരു എന്താണ് ആഗ്രഹിക്കുന്നതാണ് പറഞ്ഞത്. അനീറ്റയായിട്ട് സംസാരിച്ചിട്ട് വ്യക്തിയിലുള്ള കുറെ ക്വാളിറ്റീസ് മനസ്സിലാക്കി കാണുമല്ലോ. എന്താണ് അനീറ്റ എന്നുള്ള വ്യക്തിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? അത് നന്നായിട്ട് സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അധികം സംസാരിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് സംസാരം കേൾക്കണത് ഇഷ്ടമാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും. അങ്ങനെ ഓപ്പൺ ആണ്. അത് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. അപ്പൊ തീർച്ചയായിട്ടും അനീറ്റ ആയിരിക്കും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അത് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടോ? എനിക്ക്
എനിക്ക് തോന്നുന്നു ഇവിടെ വീട്ടിലൊരു വിൻഡി ഒരു ചെറിയ ഡോഗ് ഉണ്ട്, അതിനെ പറ്റി പറഞ്ഞു. അത് ഓർക്കണ്ട് ഭയങ്കര. അങ്ങനെയല്ല, ഞാൻ എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഡോഗ് ഇപ്പം ഇവിടെ കൂട്ടിലല്ലേ, ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, കുഞ്ഞു പോമറേനിയനാണ്. അപ്പം അത് ഞങ്ങൾ ലൈക്ക് ഒരു ഫാമിലി മെമ്പർ പോലെ, എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളെ വീട്ടിൽ തന്നെ, ഇവിടെ വീട്ടിലൊക്കെ കൂട്ടിലിട്ടേക്കുന്നത്, പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഇട്ട് വളർത്തി അത്രയും പെറ്റ് ഡോഗാണ്. അപ്പം ഞാനിങ്ങനെയൊക്കെ പറയും നമ്മുടെ വീട്ടിൽ വന്നാലും കൂട്ടിലൊന്നും ഇടില്ല, അതുപോലെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ പട്ടിക്കുട്ടീനെ പറ്റി കുറേ പറയും. അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അതിനെപ്പറ്റി സൂചന കൊടുത്തു. പുള്ളിക്ക് അത് എപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി ഞാൻ ആ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ എന്താണ് മനസ്സിലേക്ക് എന്തായിരുന്നു ആ സമയത്ത് ഒരു ഫീലിംഗ്? മനസ്സില് ആക്ച്വലി അത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. എനിക്കൊന്ന് കണ്ടാക്കുള്ളതുണ്ടായിരുന്നു, പക്ഷെ കണ്ടപ്പോ നല്ലൊരു നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ വളരെ ഭംഗിയായിട്ടൊരു മാച്ചിലാണ് ഒരുങ്ങി, വളരെ രസമുണ്ട്. അന്നത്തെ ദിവസവും ഫസ്റ്റ് ആയിട്ട് കാണുമ്പോഴും നമ്മൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ അല്ലേ, അതൊരു ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു അനീറ്റ ഇട്ടത്? അനീറ്റ ഇട്ടത് ഒരു കുർത്തയായിരുന്നു. ഒരു കുർത്തയായിട്ടിരുന്നു, ഒരു റെഡ്. അന്ന് അവിടുന്ന് പെണ്ണ് കണ്ട് പോന്നതിന് ശേഷം ജെറിന് തീരുമാനം എടുക്കാൻ പറ്റുമോ മതിന്ന്? അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ കൂടുതൽ സംസാരിച്ചതിനെയാണ് പിന്നെ കൂടുതലായിട്ട് തീരുമാനം എടുത്തത്. എന്തായിരുന്നു ജെറിന് ഇട്ടേക്കുന്നത്? ജെറിൻ ഒരു വൈറ്റ് ഷർട്ടായിരുന്നു, വൈറ്റ് ഷർട്ടും ജീൻസും ആയിട്ടിരുന്നത്. അപ്പോഴും ഫോട്ടോവിനേക്കാളും എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. താടി ഇത്രയ്ക്ക് ഉണ്ടായില്ല, അപ്പൊ ഡിംപിൾസ് ഒന്നുകൂടി വിസിബിൾ ആയിരുന്നു. എനിക്ക് ഡിംപിൾസ് ഭയങ്കര ഇഷ്ടം. അപ്പൊ പുള്ളി ഇങ്ങനെ ചിരിച്ചു എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ കയറി വന്നപ്പോഴും ഇങ്ങനെ സ്മൈൽ ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്ക് വീണു. പിന്നെ സംസാരിച്ചപ്പോഴും ഒക്കെ സോഫ്റ്റ് ആണ്, ഭയങ്കര നന്നായിട്ട് പാവം പോയി, ഭയങ്കര പാവമാണെന്ന് തോന്നുന്നു. 1 വീക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മള് ഇപ്പം ഓൾമോസ്റ്റ് ഏപ്രിൽ തുടങ്ങിയതാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച മാരേജ്. ഇത്രയും നന്നായിട്ട് കുറേ ഇപ്പം നമ്മള് നന്നായിട്ട് എല്ലാ കാര്യം ഇൻട്രസ്റ്റും ഒക്കെ ഷെയർ ചെയ്തു. അതുപോലെയാണ് ഇനി നിങ്ങളുടെ കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. കല്യാണം ഇവിടെ ബംഗാളിൽ തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഹമാര ഓഡിറ്റോറിയം എന്ന് പറഞ്ഞു. ബെത്സൈദ എന്ന് പറഞ്ഞ ചർച്ചിൽ വെച്ചായിരുന്നു കല്യാണം. അവിടെ ബംഗാള ജംഗ്ഷനിൽ തന്നെയുള്ള കാത്തലിക് വെഡിങ് ആണ്, ജേക്കബൈറ്റ് വെഡിങ് ആണ്. ഓക്കെ ഓക്കെ. സോ ഞാൻ കൂടിയിട്ടുള്ളത് കൂടുതൽ കാത്തലിക് വെഡിങ്സ് ആണ്. ജേക്കബൈറ്റ് വെഡിങ്ങിന്റെ കുറച്ച് വിശേഷങ്ങൾ, എന്താണ് നിങ്ങളുടെ കല്യാണത്തിന് പ്രത്യേകത ഉള്ളത്? ആക്ച്വലി ജേക്കബൈറ്റ് വെഡിങ് കാത്തലിക് വെഡിങ്ങിനേക്കാളും കുറച്ചുകൂടി ഡ്യൂറേഷൻ കൂടുതലാണ്. അനീറ്റ കാത്തലിക് ആണ്, കുറച്ചധികം. ഞാൻ കാത്തലിക് ആണ്. ഇപ്പം മുമ്പൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു ഈ കാത്തലിക് ജാക്കബൈറ്റ് മാരേജ് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ പ്രപ്പോസൽ വന്നപ്പോഴും പപ്പ ആദ്യം ചെയ്തത് കാര്യം എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഞങ്ങൾക്ക് ഇപ്പൊ അറിയാവുന്ന ഫാമിലി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യമേ തന്നെ ചോദിച്ചിട്ട് പ്രീസിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, പ്രൊസീഡ് ചെയ്യണമെന്ന് ആദ്യമേ പ്രീസിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇപ്പം അങ്ങനെ ഒരു പ്രോബ്ലവും ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണെങ്കിലും ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് RC രീതിയിൽ നടത്തി, ഇവിടെ കല്യാണം ജാക്കബൈറ്റ് രീതിയിലാണ് നടത്തിയത്. വിഷമമില്ല, ഹാപ്പിയാണ്. തീർച്ചയായിട്ടും എൻഗേജ്മെന്റ് അറ്റൻഡ് ചെയ്തപ്പോൾ അതൊരു വ്യത്യാസമായിട്ട്. അപ്പം എന്താണ് ജെറിൻ ഫീൽ ചെയ്തത്? ആക്ച്വലി നമ്മള് ഈ സിനിമയിലേക്കല്ലേ കണ്ടിരിക്കുന്നത്, എന്താ സമ്മതമാണ്. ആക്ച്വലി ജേക്കബൈറ്റിന് അങ്ങനെ ഒരു ചടങ്ങേ ഇല്ല, എൻഗേജ്മെന്റ് ജസ്റ്റ് ഒരു റിസപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞാൻ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചതല്ല അതൊക്കെ. ഡ്യൂറേഷന്റെ കാര്യം മാത്രമല്ല, പ്രാർത്ഥനകളാണെങ്കിലും ഭയങ്കര ഡിഫറെന്റ്. ഒരു 1.5 hours. അത് 1 hour അത് വെച്ചാൽ മിക്കവാറും നമുക്കെന്ന് വെച്ചാൽ കാത്തലിക്സിന് കെട്ട് കുർബാന എന്ന് പറഞ്ഞിട്ടാണ്, കുർബാനയുടെ ഇടയ്ക്കാണ് കെട്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, കുർബാന ആദ്യം പിന്നെ കെട്ട്, അത് തന്നെ ഒരു സെപ്പറേറ്റ് ചടങ്ങ് തന്നെയാണ്. അത് തന്നെ ഒരു 1 hour 1.5 hour ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷേ കുർബാന ആക്ച്വലി അന്ന് നേരത്തെ ആയിരുന്നു, നമ്മുടെ മൺഡേ ആയിരുന്നു. അതുകൊണ്ട് അന്ന് ജസ്റ്റ് വേറെ ഞാൻ എന്റെ സൈഡില് ഒരു കുർബാന കൂടി, എന്നിട്ടാണ് എന്റെ അടുത്തുള്ള ചോദിച്ചിരുന്നു കുർബാന കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ചെയ്തു. ജെറിൻ ആൻഡ് അനീറ്റ ഇവരുടെ വെഡിങ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Till we meet again, this is Rosa Jolly signing off.